നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹവുമായി BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. TV രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമരെഴുത്ത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. അംഗൻവാടി ജീവനക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് കടലാസിൽ ഒതുങ്ങുന്നു. ഫെബ്രുവരി മുതലാണ് വർധനവ് പ്രഖ്യാപിച്ചതെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല. മലയാളത്തിലെ മുഖ്യധാരാ സിനിമകൾ കീഴാളവർഗത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് വിശ്വസിക്കുന്നവരോട് തനിക്ക് പുച്ഛമെന്ന് ചലച്ചിത്ര സംവിധായകനും നടനുമായ P. ശ്രീകുമാർ. വലിയപൊയിൽ നിവാസികളുടെ ചിരകാലാഭിലാഷമായ പാട്യം നഗർ ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയം MV ഗോവിന്ദൻ മാസ്റ്റർ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമാകുകയാണ്. ആദ്യം പോളിംഗ് 2016. ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹവുമായി BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പയ്യന്നൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി ആനിയമ്മ രാജേന്ദ്രന്റെ പ്രചാരണം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് ആരംഭിച്ചത്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്ദർശനത്തോടെയാണ് പയ്യന്നൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി ആനിയമ്മ രാജേന്ദ്രന്റെ പ്രചരണ പരിപാടിക്ക് തുടക്കമായത്. ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾക്ക് ശേഷം പുഞ്ചക്കാട് CP ദാമോദരൻ സ്മൃതി മണ്ഡപത്തിലും സന്ദർശനം നടത്തി. സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത്ത് സ്ഥാനാർത്ഥിയെ ഷാളണിയിച്ച് വിജയാശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് പടവളി ഭഗവതി ക്ഷേത്രം, കൊച്ചി കണ്ണങ്ങാട്ട്, കൗവായി മുക്കവച്ചേരി ക്ഷേത്രം, പുഞ്ചക്കാട് ഫെറോറ ദേവാലയം, സെന്റ് മേരീസ് കത്തീഡ്രൽ എന്നിവിടങ്ങളിലും പുഞ്ചക്കാട് ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. കഴിഞ്ഞ 60 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവുമൊക്കെ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവരെ ഭരണം നടത്തുന്ന ഒരവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണം. പയ്യന്നൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി അവർ നടപ്പിലാക്കുന്ന നയങ്ങൾ ഇവിടുന്ന് എപ്പോഴും ജയിച്ചു പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. പക്ഷേ വേണ്ടുന്ന അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പരിപോഷിപ്പിക്കപ്പെടണം. അതിനു വേണ്ടുന്ന പ്രത്യേക പദ്ധതികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ നടപ്പിലാക്കപ്പെടണമെങ്കിൽ, അതിൻ്റെ പദ്ധതി അതേ രൂപത്തിൽ പൂർണ്ണമാക്കപ്പെടണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി കേരളത്തിന് നിയമസഭയിലെത്തണം. അത് പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം എന്ന ആ വിജയ ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. KVR പയ്യന്നൂർ അടക്കമുള്ള പ്രമുഖ വ്യവസായികളെയും കണ്ടു. ജില്ലാ കമ്മിറ്റി അംഗം AK രാജഗോപാലൻ മാസ്റ്റർ, മണ്ഡലം ഭാരവാഹികളായ MP രവീന്ദ്രൻ, CK രമേശൻ മാസ്റ്റർ, MK മുരളി, കരിപ്പത്തു നാരായണൻ, P ഗോവിന്ദൻ, M നാരായണൻ, മഹിളാ മോർച്ച നേതാക്കളായ രമ, പ്രസന്ന മുരളി, ബിന്ദു, മേഖലാ ഭാരവാഹികൾ, പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കല്യാശ്ശേരി മണ്ഡലം BJP സ്ഥാനാർത്ഥി KP അരുൺകുമാർ ചെറുതാഴം ശ്രീ രാഘവപുരം ഹനുമാരമ്പലത്തിൽ നിന്ന് പ്രചാരണം തുടങ്ങി. രാവിലെ 11 മണിയോടെ ഹനുമാരമ്പലത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് BJP കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി KP അരുൺകുമാർ തന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ബലിദാനി കോക്കാട്ടെ വിനോദ് കുമാറിന്റെ വീട്ടിൽ ചെന്ന് വോട്ടഭ്യർത്ഥന നടത്തുകയും വിനോദ് കുമാറിന്റെ രക്ഷിതാക്കളിൽ നിന്ന് അനുഗ്രഹം തേടുകയും ചെയ്തു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് താൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മികച്ചൊരു വിജയം തന്നെയാണ് ലക്ഷ്യമെന്നും അതിനായി പരിശ്രമിക്കുമെന്നും സ്ഥാനാർത്ഥി അരുൺകുമാർ പറഞ്ഞു. വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കും. കല്യാശ്ശേരി മണ്ഡലത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ വളരെയധികം വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായി ഇവിടെ ഈ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. വിജയൻ മാങ്ങാട്, ശങ്കരൻ കൈതപ്പുറം, ചെറുതാഴം രാമചന്ദ്രൻ, പ്രഭാകരൻ കടന്നപ്പള്ളി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. അരവിന്ദ വിദ്യാലയം, സെന്റ് ജോസഫ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി തിങ്കളാഴ്ച സന്ദർശനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി TV രാജേഷിന്റെ പ്രചരണാർത്ഥമുള്ള ചുമരെഴുത്ത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. സംഭവത്തിൽ പരിയാരം പോലീസിൽ പരാതി നൽകി. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി TV രാജേഷിന്റെ പ്രചരണാർത്ഥം ശ്രീസ്ത SN ജംഗ്ഷനിൽ എഴുതിയ ചുവരെഴുത്താണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. മതിലിലെ കല്ലുകൾ ഇളക്കി മാറ്റിയാണ് ചുവരെഴുത്തുകൾ നശിപ്പിച്ചിരിക്കുന്നത്. ചിഹ്നം വരച്ച ഭാഗമാണ് ഇളക്കി മാറ്റിയത്. സംഭവത്തിൽ പരിയാരം പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി M രാജഗോപാലന്റെ മലയോര മേഖലയിലെ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. ഈസ്റ്റർ ഏരിയയിലാണ് ആദ്യ ദിനം പര്യടനം നടത്തിയത്. കടുമേനി ടൗണിലേക്ക് എത്തിയ രാജഗോപാൽ ടൗണിലെ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. തുടർന്ന് കടുമേനി സെന്റ് മേരീസ് ദേവാലയ വികാരിയെയും കണ്ടു.
ജോസ് പതാലിൻ, പി.കെ. മോഹനൻ, എൻ. ശ്രീധരൻ, ബേബി കുന്നേൽ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പരമ്പരാഗത തൊഴിൽ മേഖല രക്ഷപ്പെടണമെങ്കിൽ LDF അധികാരത്തിൽ വരണമെന്ന് സി കൃഷ്ണൻ. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സി കൃഷ്ണൻ പാന്തൻചാലിൽ ഖാദി കേന്ദ്രത്തിലെത്തിയത്. തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി എത്തിയുടനെ തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. ഒരു വട്ടം കൂടി താനിവിടെ മത്സരിക്കുകയാണെന്നും LDF അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയും സി കൃഷ്ണൻ തൊഴിലാളികളെ ഓർമ്മപ്പെടുത്തി. ജീവിതത്തിൽ തങ്ങളനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നിത്യജീവിതം തള്ളി നീക്കാൻ നടത്തുന്ന പ്രയാസങ്ങളും വേതനക്കുറവുമടക്കം നിരവധി പ്രശ്നങ്ങൾ തൊഴിലാളികൾ MLAക്ക് മുമ്പിൽ നിരത്തി. LDF വരട്ടെ, എല്ലാം ശരിയാകുമെന്ന് സി കൃഷ്ണൻ അവരെ സാന്ത്വനപ്പെടുത്തി. പി ശശിധരൻ, കെ രാജൻ, പി ഉഷ തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ വികസന കുതിപ്പിന്റെ കഥയാണ് മലയോര മേഖലയ്ക്ക് പറയുവാനുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ 8 കിലോമീറ്ററിനുള്ളിൽ നിർമ്മാണത്തിലിരിക്കുന്നവയടക്കം 8 പാലങ്ങളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. പാലങ്ങൾ കാണണമെങ്കിൽ മാണിസാറിന്റെ പാലായിൽ പോകണമെന്നായിരുന്നു മലയോരത്തുകാർ പറയാറ്. പക്ഷേ ഇന്നത് വെറും പഴഞ്ചൊല്ലായി മാറി. പാലങ്ങൾ കാണണമെങ്കിൽ മലയോരത്തേക്ക് പോകണമെന്നായി. ഈസ്റ്റളേരി, ചെറുപുഴ പഞ്ചായത്തുകളെയും പെരിങ്ങോം, വെസ്റ്റളേരി എന്നീ പഞ്ചായത്തുകളുടെയും അതിർത്തിയിലുള്ള കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലങ്ങൾ അത്രയും പണിതിരിക്കുന്നത്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെയും തൃക്കരിപ്പൂർ MLAയുടെയും 10 വർഷത്തെ പ്രവർത്തന മികവാണ് ഈ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമായത്. 16 കോടി രൂപ മുതൽ മുടക്കിൽ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത കൊല്ലാടപ്പാലവും 1 കിലോമീറ്റർ അപ്പുറം പണി കഴിപ്പിച്ചിട്ടുള്ള നെടുങ്കല്ല് പാലവും 2 കിലോമീറ്റർ ദൂരം കാക്കടവ് പാലവും സ്ഥിതി ചെയ്യുമ്പോൾ കൊല്ലാടപ്പാലത്തിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്ക് പണി പൂർത്തിയാവുന്ന ചെറുപുഴ ചെക്ക് ഡാം കം ബ്രിഡ്ജും തൊട്ടടുത്ത് ചിറ്റാരിക്കാലിലേക്കുള്ള പാലവും തലയുയർത്തി നിൽക്കുമ്പോൾ പുളിങ്ങോത്ത് 500 മീറ്ററിനിടയിലുള്ളത് 2 പാലങ്ങളാണ്. ഒന്ന് പുളിങ്ങോത്ത് നിന്ന് പാലാവായിലേക്കും മറ്റൊന്ന് കർണാടക വനം വഴി ഭാഗമണ്ഡലത്തിലേക്കും. ഇതുകൂടാതെ കോഴിച്ചാലിൽ ഓട്ടോറിക്ഷ പോകാനുള്ള സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കമ്പിപ്പാലവും ഇതോടൊപ്പം കാനംവയൽ കോളനിയിലേക്ക് മന്ത്രി P.K. ജയലക്ഷ്മിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലത്തിന്റെ പണിയും പൂർത്തിയായി കഴിഞ്ഞു. വികസന കാര്യത്തിൽ മലയോരത്തെ അവഗണിക്കുന്നു എന്ന പ്രചാരണം ഇവിടെ എത്തിപ്പെടുന്ന ആരും വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, വെറും രാഷ്ട്രീയ ആയുധമായിട്ട് മാത്രമേ ഇതിനെ കാണുകയുമുള്ളൂ. ഇതുകൂടാതെ മെക്കാഡം ടാറിങ്ങുകൾ ധാരാളം ഇവിടെ നടന്നിട്ടുമുണ്ട്. ഇതെല്ലാം കൂടിയാകുമ്പോൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഗവൺമെന്റിന്റെയും MLAയുടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മലയോരത്തിന് പറയുവാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. 4.5 പതിറ്റാണ്ട് കാലമായി വിപ്ലവഗാന പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ കുന്നരു കാരന്താട്ടെ KP കൃഷ്ണനും കുടുംബവും. വിപ്ലവ ഗായകനായിരുന്ന KP പണിക്കരുടെ മരുമകനായ KP കൃഷ്ണൻ ഈ സംഗീത രംഗത്ത് സജീവമാണ്. ഇടിമുഴക്കങ്ങളിലൂടെ ഈ നാടിന്റെ കരളിലെ കോടിയിറങ്ങിയ വെട്ടമേ, തടവറ തട്ടി തകർത്തു വരൂ ശിലകൾ പിളർക്കുന്ന തീരാളമേ. KPR പണിക്കരുടെ വിപ്ലവഗാനങ്ങൾ കേരളത്തിലാകെ അലയടിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. വിപ്ലവഗാനങ്ങളുടെ ചൂടും ചൂരും അതേപോലെ വീണ്ടും പുതിയ കാലത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് കാരന്താട്ടെ ഈ സംഗീത കുടുംബം. അരിവാളി ചുണ്ടിന്റെ ചിരിജുവക്കും, അരിവാളി ചുണ്ടിന്റെ ചിരിജുവക്കും. KP കൃഷ്ണന്റെ പാട്ട് കേട്ടാൽ രോമാഞ്ചം കൊള്ളാത്തവർ കേരളീയ ഗ്രാമങ്ങളിലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി CPM നടത്തുന്ന എല്ലാ ജാഥകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും വിപ്ലവഗാനങ്ങൾ KP കൃഷ്ണന്റേതായിരുന്നു. ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുഞ്ഞിമംഗലത്ത് വെച്ച് തമ്പാൻ വൈദ്യർ നൽകിയ പ്രോത്സാഹനത്തിലൂടെയായിരുന്നു രംഗപ്രവേശനം. 1973 മുതൽ വിപ്ലവഗാനങ്ങൾ പാടി ജനങ്ങളുടെ ഹൃദയം കീഴടക്കി തുടങ്ങി. ഇതേ വർഷം തന്നെ AKG നയിച്ച സംസ്ഥാന ജാഥക്ക് സംഗീതം ചെയ്ത് ആലപിച്ചു. വർഷങ്ങളോളം അന്നത്തെ പ്രശസ്ത ഗാനരചയിതാക്കളുടെ രചനകൾ ഗാനങ്ങൾക്കായി ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പായാലും ജാഥകളായാലും KPKയുടെ ഗാനങ്ങൾക്കായി ആരാധകരുണ്ടായിരുന്നു. 1975-ൽ അടിയന്തരാവസ്ഥ കാലത്ത് പ്രമുഖരോടൊപ്പം ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ വിപ്ലവഗാനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് 1973 ശേഷമാണ്. സഖാവ് AKG വാദർവട്ടം ജോൺ മാഞ്ഞുരാൻ ഇവർ നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഒരു ജാഥയുണ്ടായി. AKG ഫാദർ വർക്കർ ജോൺ മിച്ചഭൂമി സാറും അന്ന് ഒരു വരി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിനൊരു പാട്ടുണ്ടാക്കണം.
അങ്ങനെ കാസർഗോഡ് ഒരു പാട്ട് മർത്തണ്ണമംഗലം കായൽ നിലത്തിലെ കൈതാവരമ്പത്ത് ഞങ്ങൾ നാട്ടിയ കൊടിയത്ത് മർദ്ദനം പേടിച്ചു മാറ്റുകയില്ല ഒരു തിരുവനന്തപുരം വരെ ആ പാട്ട് ആവേശത്തിൻ്റെ മൂർധന്യത്തിനെത്തി. തെരഞ്ഞെടുപ്പെത്തിയാൽ KP കൃഷ്ണൻ കുടുംബവും വിപ്ലവഗാനങ്ങളുമായി പ്രചരണ രംഗത്തുണ്ടാവും. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ നിന്നും മാനേജറായി വിരമിച്ച KP കൃഷ്ണന്റെ സംഗീത കുടുംബത്തിൽ ഭാര്യ ശോഭയും മക്കളുമടക്കം എല്ലാവരും ഗായകരാണ്. ഈ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരെ ആവേശം കൊള്ളിക്കാനുള്ള പാട്ടുകളുമായി രംഗത്തിറങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ ജോലിയെടുക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് കടലാസിൽ ഒതുങ്ങുന്നു. ഫെബ്രുവരി മുതലാണ് വർധനവ് പ്രഖ്യാപിച്ചതെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല. ടീച്ചർമാർക്ക് 10,000-ഉം ആയമാർക്ക് 7,000 രൂപയുമായി ശമ്പളം നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. ഇപ്പോൾ യഥാക്രമം 5,600, 4,100 എന്നിങ്ങനെയാണ് ശമ്പളം ലഭിച്ചു വരുന്നത്. സർക്കാരിൻ്റെ ന്യൂ ഇയർ സമ്മാനമായാണ് ശമ്പള വർധന പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒന്നിച്ചു ചേർന്ന് ഫെബ്രുവരി 1 മുതൽ പുതിയ ശമ്പളം നൽകുമെന്നായിരുന്നു സർക്കാർ തീരുമാനം. ഇതിനാവശ്യമായ തുക ഗ്രാമപഞ്ചായത്തുകൾക്കും കൈമാറുമെന്നും അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇതുവരെ തുക ലഭിച്ചതുമില്ല. എന്നാൽ ഏപ്രിൽ മാസം തുടങ്ങിയിട്ടും ഇവർക്ക് ലഭിക്കേണ്ട ശമ്പളം കിട്ടിയുമില്ല. പോവാൻ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ജീവനക്കാരെ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പിയിട്ട് പോകട്ടെ ഒരു വട്ടത്തിലായില്ലേ. പിന്നെ പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും കിട്ടുന്നതിൽ ഒരു പ്രതീക്ഷയില്ല. ഇന്നത്തെ ഒരു ദിവസത്തെ വേതനം എന്ന് പറഞ്ഞാൽ വർക്കർക്ക് 150 രൂപയും ഹെൽപ്പർക്ക് 120 രൂപേൻ്റെ ആ ഒരു ദിവസം കൂലിയായിട്ട് നമ്മൾ പോകുന്നു. ഒരു സോപ്പ് മേടിക്കേണ്ട ഇതും കൂടി ഇല്ല. ജീവനക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടത്തിലായില്ലേ. സർക്കാരിൻ്റെ വിവിധ സർവേകൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ എല്ലാം സജീവമായി നടപ്പിലാക്കി വരുന്നത് അംഗൻവാടി കേന്ദ്രീകരിച്ചാണ്. മാസങ്ങൾക്ക് മുമ്പ് അംഗപരിമിതരെ കണ്ടെത്തുന്നതിനുള്ള സർവേ നടത്തിയ തുക പോലും ഇവർക്ക് ഇതുവരെ ലഭിച്ചുമില്ല. തുച്ഛമായ ശമ്പളത്തിൽ ജോലിയെടുക്കുന്ന അംഗൻവാടി ജീവനക്കാർ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കുമായുള്ള നിരന്തര സമരങ്ങൾക്കൊടുവിലാണ് സർക്കാർ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തത്. എന്നാലാകട്ടെ ആ ശമ്പളം എപ്പോൾ കിട്ടുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. മലയാളത്തിലെ മുഖ്യധാരാ സിനിമകൾ കീഴാളവർഗത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് വിശ്വസിക്കുന്നവരോട് തനിക്ക് പുച്ഛമാണെന്ന് ചലച്ചിത്ര സംവിധായകനും നടനുമായ P. ശ്രീകുമാർ കാങ്കോലിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കീഴാള സിനിമ എന്ന് പറയുന്ന വിശേഷണങ്ങളും ചോദ്യങ്ങളും തന്നെ ഇനിയെങ്കിലും ദയവായി നിർത്തണം. എത്ര സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചിന്തിക്കണം. കീഴാളരെ പറ്റി ഇവിടെ പ്രമുഖമായ സിനിമകൾ വന്നിട്ടുണ്ട്. ഒന്ന് അസ്ഥികൾ പൂക്കുന്നു തന്നെ. ആരുടെ വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്? കാട്ടിനകത്ത് ഈറ്റ വെട്ടി തീരുന്നവർ ഇവിടുത്തെ മേലാളന്മാരാണ്. അവരുടെ ജീവിതം പറഞ്ഞപ്പോഴത്തേക്ക് എത്ര പേർ കാണാനുണ്ടായിരുന്നു? വെറും ഭംഗി വാക്കിന് വേണ്ടിയും ആളുകളെ പെട്ടെന്നുള്ള ഉപരിതലത്തിൽ നിന്നുകൊണ്ടുള്ള വിപ്ലവം പറയാനും വേണ്ടി ദളിതെന്നും വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കീഴാളന്മാരും ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ ചവച്ചു തുപ്പി കളയേണ്ട കാര്യം കളഞ്ഞിട്ട് സത്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും മനുഷ്യരായി കാണുക, മനുഷ്യരായി സ്നേഹിക്കുക. മലയാള സിനിമ എപ്പോഴും താഴ്ന്നവൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയിരിക്കുന്ന ചിത്രങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ അതെല്ലാം സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവർ അനുഭവിക്കുന്നിടത്തു തന്നെയാണ് സിനിമ തുടങ്ങിയിട്ടുള്ളത്. അത്തരം സിനിമകൾ എന്തെന്ന് മനസ്സിലാക്കാതെ വെറും ഉപരിതല വാചകങ്ങൾ കൊണ്ട് മാത്രം കസർത്ത് പറയുന്ന നിരൂപക വൃന്ദം അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ്. വലിയ പൊയിൽ നിവാസികളുടെ ചിരകാലാഭിലാഷമായ പാട്യം നഗർ ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമായി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ച എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധ്യത ലഭിച്ച ഒരാളിനാണ് ഞങ്ങളെപ്പോലുള്ള KPG EMS ഉൾപ്പെടുന്നത്. പക്ഷെ വ്യക്തിപരമായി ഇതുപോലെ ഞങ്ങളെയൊക്കെ സ്വാധീനിച്ച പുതിയ തലമുറയെ സ്വാധീനിച്ചു CB നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MV കുഞ്ഞിക്കണ്ണൻ, M അച്യുതൻ മാസ്റ്റർ, KP സതീഷ് ചന്ദ്രൻ, M രാജഗോപാലൻ, MV കോമൻ നമ്പ്യാർ, E കുഞ്ഞിരാമൻ, K നാരായണൻ മാസ്റ്റർ, C നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. C മാധവൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന്
പാട്യം സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തസന്ധ്യയും നാടകവും അരങ്ങേറി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രദർശന ഫുട്ബോൾ മത്സരവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മൈത്താണി ചൂരിക്കാടൻ കൃഷ്ണനായർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ONV സ്മൃതിസന്ധ്യയും നാടക പ്രവർത്തകരെ അനുമോദിക്കലും നടന്നു. ചൂരിക്കാടൻ കൃഷ്ണനായർ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മലയാളികളുടെ പ്രിയകവി ONV കുറുപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് ONV സ്മൃതിസന്ധ്യ നടന്നു. വായനശാല പ്രസിഡന്റ് C സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ ഗ്രന്ഥശാല സംഘം വൈസ് പ്രസിഡന്റ് വാസു ചോറോഡ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂരക്കളിയിൽ യുവപ്രതിഭാ പുരസ്കാരം നേടിയ അപ്യാൽ പ്രമോദ്, കോൽക്കളിയിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പ്രഭാകരൻ തരങ്ങിണി തുടങ്ങിയവരെ ആദരിച്ചു. വായനശാല സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ അഭിമന്യു നാടകത്തിലെ അണിയറ ശില്പികൾക്കുള്ള അനുമോദനവും നൽകി. T തമ്പാൻ, M അസിനാർ, V പ്രഭാകരൻ, P കുഞ്ഞമ്പു, M ഗംഗാധരൻ, P സദാനന്ദൻ തുടങ്ങിയവർ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ALP സ്കൂൾ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തിരശ്ശീല വീണത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സുപ്രസിദ്ധ സിനിമാ താരം P ശ്രീകുമാർ മുഖ്യാതിഥിയായി. നിർമ്മലമായി കിടക്കുന്ന ഈ ആകാശം പോലെ ആകാശത്തിന്റെ നറുമല്യത്തെ പോലെ നിർമ്മലമായിരിക്കുന്ന മനസ്സുകൾ കൊണ്ട് നടക്കുന്ന ഈ കൊച്ചുകുട്ടികൾ കാലുഷ്യമേകുന്ന സ്വഭാവത്തെ വഹിക്കാതെ തന്നെ മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കാൻ കഴിയുന്ന, പരസ്പരമുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു തലമാണ് ഈ സ്കൂളിന്റെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷത വഹിച്ചു. കാങ്കോലിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ആളുകൾ അക്ഷരവെളിച്ചം പകർന്ന ഈ പൊതുവിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷ കാലയളവിൽ നിരവധി ജനോപകാര പ്രവർത്തികൾ സംഘടിപ്പിക്കുകയുമുണ്ടായി. ഒരു നാടിന്റെ കൂട്ടായ യത്നമാണ് ഇത്തരം പരിപാടികൾ ദർശിക്കാനായത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ P ജാനകി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുനിൽകുമാർ, P ശശിധരൻ, K രാജൻ, P വിജയൻ മാസ്റ്റർ, CK രമേശൻ മാസ്റ്റർ, MTP സൈഫുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം U ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന കരിവെള്ളൂർ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കമായി. കരിവെള്ളൂർ യങ് മെൻ സ്പോർട്സ് ക്ലബ്ബും കോസ്മോപൊളിറ്റൻ ക്ലബ്ബും ചേർന്നാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. K വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. M ബാലൻ, ബാബുരാജ്, P അഗ്നിശർമ്മൻ നമ്പൂതിരി, പയ്യന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ സലീം രാജ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഘോഷയാത്രയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. PV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പ്രദേശത്തിന് അറിവിന്റെ അധ്യക്ഷണം പകർന്നുകൊണ്ട് 103 വർഷം പൂർത്തിയാക്കിയ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക മോളി സെബാസ്റ്റ്യനുള്ള യാത്രയപ്പും സ്കൂളിനെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീതിയുടെ അധ്യക്ഷതയിൽ TV രാജേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാലയമാണ് ഇതിനകം മാറിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം R രജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TV ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PV വത്സല, പഞ്ചായത്ത് അംഗം K ബിജു, K പത്മനാഭൻ, K രാംദാസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. പ്രധാനാധ്യാപിക മോളി സെബാസ്റ്റ്യൻ മറുപടി പ്രസംഗം നടത്തി. സംഘാടക സമിതി ചെയർമാൻ VV ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് കൺവീനർ K സ്നേഹലത നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗൻവാടി കുട്ടികൾ, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാകായിക വേദിയുടെയും ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് പയ്യന്നൂരിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ തൊഴിൽ പരിശീലനവും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. 3 മാസമായിരുന്നു പരിശീലന കാലയളവ്. പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദി ഹാളിലായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. 70ഓളം വനിതകൾ പരിശീലനത്തിൽ പങ്കാളികളായി.
സാരി ഡിസൈൻ, ചുരിദാർ ഡിസൈൻ, ഗ്ലാസ് പെയിൻറ്റിംഗ്, ഫാബ്രിക് പെയിൻറ്റിംഗ് തുടങ്ങി 10ഓളം വിഭാഗങ്ങളിലായാണ് പരിശീലനം നടത്തിയത്. തങ്ങൾക്ക് ഇത് ചെറിയൊരു വരുമാന മാർഗം മാത്രമല്ല, സ്വന്തമായി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും വനിതകൾ പറയുന്നു. നന്നായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്കിത് ഭാവിയിലൊരു തൊഴിലായിട്ട് ഉപജീവന മാർഗത്തിന് പറ്റുന്ന വിചാരിക്കുന്നത്. ചടങ്ങിൽ ഹരിദാസ് അധ്യക്ഷനായി. മാറുന്ന കാലത്ത് സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിലും മറ്റും മുന്നേറാൻ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സഹായകരമാണെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം രാഘവൻ പറഞ്ഞു. അജിത് കുമാർ, ടി ഗോപാലൻ, ഉഷ ടീച്ചർ, സിന്ധു കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള പ്രവാസി സംഘം ചെറുതാഴം വില്ലേജ് കുടുംബസംഗമം മണ്ടൂർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം രവി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും മെയ് 16 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുതാഴം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് PV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പ്രവാസി സംഘം മാടായി രക്ഷാധികാരി IV ശിവരാമൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രീത, PP രാജൻ, NM ഗംഗാധരൻ, C കുഞ്ഞിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചെറുതാഴം വില്ലേജിലെയും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി കുടുംബങ്ങൾ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2017 ജനുവരി 7 മുതൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മുന്നോടിയായി ഭക്ഷണത്തിന് ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി ക്ഷേത്രാംഗങ്ങൾക്ക് വാഴക്കന്നുകൾ വിതരണം ചെയ്തു. ആദി മുച്ചിലോട് എന്നറിയപ്പെടുന്ന കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ഭക്ഷണം തയ്യാറാക്കുന്നതിന് ജൈവ പച്ചക്കറി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ആദ്യപടിയായാണ് ബാല്യക്കാർക്കും വനിതകൾക്കും വാഴക്കന്നുകൾ വിതരണം ചെയ്തത്. കളിയാട്ടത്തിന് വിഷരഹിത പച്ചക്കറി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവ സമുദായാംഗങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുവാൻ വേണ്ടിയാണ് വാഴക്കന്നുകൾ വിതരണം ചെയ്തത്. കളിയാട്ടാരംഭത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാഴക്കുല ക്ഷേത്രത്തിൽ നൽകണം. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലും പിലിക്കോട് പഞ്ചായത്തിലുമായി 750ഓളം ബാല്യക്കാരാണുള്ളത്. ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് രഘുറാം അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം വല്യച്ഛൻ V പ്രമോദ് കോമരം, EV കൃഷ്ണനന്ദി തിരിയൻ, PV നാരായണൻ കോമരം, സുധീഷ് കോമരം എന്നിവർ അനുഗ്രഹ ഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇരണാവ് ഹിന്ദു LP സ്കൂൾ വാർഷികാഘോഷം സമാപിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ, ഭരണഘടനാ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ടിന് ശേഷമാണ് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്തത്. സ്കൂൾ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഈ സുജാത ടീച്ചർക്ക് സ്കൂൾ അധികൃതർ യാത്രയയപ്പ് നൽകി. PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. KM രേണുക റിപ്പോർട്ട് അവതരിപ്പിച്ചു. EP ഓമന, U കരുണാകരൻ, T ചന്ദ്രൻ, സക്കറിയ പടപ്പിൽ, E സുജാത, സുജിത് നരിക്കുട്ടി എന്നിവർ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടത്തി. നിരവധി ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ ദേവീസ്തുതി ഉരുവിട്ട് പുഷ്പാർച്ചനയും നടത്തി. ദേവീനാമ സങ്കീർത്തനം ഉരുവിട്ട് മുന്നിൽ കത്തിച്ചു വെച്ച നിറദീപത്തിൽ പുഷ്പങ്ങൾ അർച്ചന ചെയ്ത് വനിതകളുടെ നേതൃത്വത്തിൽ നടന്ന സർവൈശ്വര്യ വിളക്ക് പൂജ ഭക്തിസാന്ദ്രമായി. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. 9 വരെ നീളുന്ന ഉത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വടക്കേ മലബാറിലെ ഏകമാത്ര ഗോശാല കൃഷ്ണക്ഷേത്രവും സർവ്വവിഘ്നഹരനായ ഗണപതി ഭഗവാനും കലിയുഗവരദനായ ശ്രീധർമ്മശാസ്താവും ഓംകാരമൂർത്തിയായ പരമേശ്വരനും ആപൽബാന്ധവനായ ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ച് അനുഗ്രഹം ചൊരിയുന്നതുമായ ഇളമ്പച്ചി ശ്രീ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി.
ഏപ്രിൽ 9 വരെ നീളുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് പി കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കലിയുഗവരതനായ സാക്ഷാൽ അയ്യപ്പൻ്റെ സാന്നിധ്യവുമൊക്കെ ഈ ക്ഷേത്ര സന്നിധാനത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അത്യുത്തര കേരളത്തിലെ അപൂർവ ക്ഷേത്ര സന്നിധിയായി ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുകയാണ്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി സി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ വി രാജീവൻ, കെ വി സരോജിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ തെക്കടവൻ നാരായണൻ പണിക്കർ മണിയാണി, പ്രഭാകരൻ തരങ്ങിണി എന്നിവരെ ആദരിക്കലും സ്കൂൾ കലാപ്രതിഭകൾക്കുള്ള അനുമോദനവും നടന്നു. എം ഗോപിനാഥൻ മാസ്റ്റർ, പി ബാലകൃഷ്ണൻ നായർ, ടി വി ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോറോം പെരുന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് മുന്നോടിയായുള്ള ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ച് യജ്ഞാചാര്യനെ വരവേൽക്കുന്ന ചടങ്ങും നടന്നു. തൃക്കരിപ്പൂർ ചെറുകാനം ശ്രീ അങ്കക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ചക്രപാണി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ഏപ്രിൽ 4, 5 തീയതികളിൽ തൃക്കരിപ്പൂർ ചെറുകാനം അങ്കക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് ചക്രപാണി മഹാക്ഷേത്ര പരിസരത്ത് തുടക്കമായി. വനിതാ വാദ്യമേളവും മുത്തുകുടകളേന്തിയ കേരളീയ വസ്ത്രധാരികളായ വനിതകളും ബാലികാ ബാലകന്മാരുമടക്കം നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. കളിയാട്ടം നടക്കുന്ന 2 ദിവസങ്ങളിലായി അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ധർമ്മദൈവം, ഗുളികൻ, പാലിച്ചാൻ ദൈവം, മന്ത്രമൂർത്തി, ചോയാർ ഗുരുക്കൾ തുടങ്ങി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ അവധിക്കാല വചനജ്യോതിസ് ക്യാമ്പിന് തുടക്കമായി. അവധിക്കാല വചനജ്യോതിസ് ക്യാമ്പിന് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ തുടക്കമായി. 5 ദിവസം നീളുന്ന ക്യാമ്പിന് കണ്ണൂർ രൂപത മതബോധന വിഭാഗമാണ് നേതൃത്വം നൽകുന്നത്. 10 കൽപ്പനകളിൽ ആദ്യ 3 പ്രമാണങ്ങളെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ അവധിക്കാല വചനജ്യോതിസ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരുണ്യവർഷത്തിൽ കാരുണ്യവാനായ ദൈവത്തെ ആഴത്തിലറിയുവാനും അനുഭവിക്കുവാനും ഓരോ മക്കളും മറ്റുള്ളവർക്ക് കാരുണ്യമായി മാറുവാനും കഴിയണമെന്ന സന്ദേശമാണ് വചനജ്യോതിസ് പങ്കുവയ്ക്കുന്നത്. ഇതിനായി വ്യത്യസ്തമായ 41 പ്രവർത്തനങ്ങൾ കുട്ടികളിൽ കളികളും പാട്ടുകളും കഥ, കവിത, ചിത്രരചനകളിലൂടെയും ചെയ്യുന്നുണ്ട്. സഹോദരന് സഹായം ആവശ്യമുള്ളപ്പോൾ കാരുണ്യത്തിൻ്റെ മുഖം ദർശിക്കാതെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് ആദ്യ ദിവസത്തെ പ്രവർത്തനമായിരുന്നു. പരിസരത്തെ ലഭ്യമായ സാമഗ്രികൾ ഉപയോഗിച്ച് 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ 3 സംഘമായി തിരിഞ്ഞാണ് വീടിൻ്റെ മാതൃക ഉണ്ടാക്കിയത്. സാമൂഹ്യ തിന്മകളെ കണ്ട് മുഖം തിരിക്കാതെ അവയ്ക്ക് പകരമായി നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുവാനും ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ പ്രേരിപ്പിക്കുന്നു. തെരുവുകളിലും മനുഷ്യവാസമുള്ള മറ്റിടങ്ങളിലും നവമാധ്യമങ്ങളിൽ പോലും മ്ലേച്ഛമായ ചിത്രങ്ങൾ കൊണ്ട് നിറയുമ്പോൾ അവയ്ക്ക് പകരം നന്മയുടെ വിശുദ്ധ ചിത്രങ്ങൾ പതിക്കുന്നതല്ലേ നല്ലതെന്ന് കുട്ടികൾ തന്നെ നമുക്ക് പ്രവർത്തനങ്ങളിലൂടെ കാട്ടിത്തരുന്നു. നിയമം ലംഘിക്കാനുള്ളതല്ലെന്നും നേരായ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനും ആഹ്വാനം ചെയ്യുന്നുമുണ്ട് കുട്ടികൾ. സെന്റ് പോൾസ് പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ജോസഫ് തണിക്കോട്ട് വചനജ്യോതിസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാധ്യാപകൻ ജോഷി തോമസ് അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ മെർലിൻ ജോസഫ്, സിൽവിയ കോശി, ബിന്ദു സൈമൺ, മിനി ജോഷി, നിർമ്മല പോൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വരുന്നു.
വിനോദയാത്രയും ക്യാമ്പിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലെൻസ്ഫെഡ് പയ്യന്നൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഇൻട്രാമ്യൂറൽ ഷട്ടിൽ ടൂർണമെൻറ്റ് ചൊവ്വാഴ്ച റാങ്ദിവു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ടോ? പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ജനങ്ങൾ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വെച്ചാൽ ജയിക്കുന്നില്ല വിശ്വാസത്തോടെയാണ് വോട്ട് ചെയ്യുന്നത്. ഈ വരുന്ന ഇലക്ഷനിൽ ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്, കഴിഞ്ഞ ഭരണവും വരാനിരിക്കുന്ന ഭരണത്തെ പറ്റിയും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ മണ്ഡലത്തിൽ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് നമ്മൾ വോട്ട് ചെയ്യണം. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. നമ്മൾക്ക് കേരളത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ വാർഡിന് വേണ്ടി നല്ല കാര്യം ചെയ്യുന്നു, നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യുന്നു, അങ്ങനെയുള്ള ആളുകൾ നിന്നാൽ അവിടെ രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യണം, അവരെ ജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രീ പോളുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകളും മീഡിയകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശ്വാസ്യത ഒന്ന് അവർ എടുക്കുന്ന സാമ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. മറ്റൊന്ന് ആ മെസ്സേജ്, അതായത് ഇന്ന് രാഷ്ട്രീയ കക്ഷികളെ അനുകൂലിച്ചും പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടുകൾ സ്വാഭാവികമായിട്ടും രണ്ട് രീതിയിൽ അത് വിലയിരുത്തപ്പെടാം. ഒന്ന്, ആ ജനങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികളുടെ സ്വീകാര്യത, ഭരണത്തിലുള്ള ആൾക്കാരാണ്, ഭരണത്തിനൊത്ത് വിലയിരുത്തൽ, ഈ രീതിയിലൊക്കെ അതിന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. മറ്റൊരു സാധ്യത ഇതിനകത്തുള്ളത്, ഇലക്ഷന് മുമ്പായി ഈ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരികയും അതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകൾ വളരെ രൂക്ഷമായ രീതിയിൽ നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ കൃത്യമായ രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്വാധീനമായി ഇത് സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ജയിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഈ ഇലക്ഷന് മുന്നോടി ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഈ റിസൾട്ടുകൾക്ക് ചെറിയ രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വരുന്ന സർവേകൾ ചിലപ്പോൾ ഈ നിഷ്പക്ഷമതികളായ വോട്ടർമാരെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം. ഇവിടെ ഇപ്പോൾ ഇപ്പം 5 കൊല്ലങ്ങളും മാറിയിട്ടാണല്ലോ സർക്കാരുകൾ വരുന്നത്. ഇത്തവണ അത് തന്നെ പിന്തുടരുന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ജനാധിപത്യ രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മളെ ഒരു വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച തലേദിവസമാണ് ഇന്ന രാഷ്ട്രീയ കക്ഷികൾ ജയിക്കും എന്ന് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായി ജയത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഇത് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇത്തരം എക്സിറ്റ് ഫലങ്ങൾ ഉതകുമെന്നാണ്. അത് ശരിയായ രീതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് റദ്ദ് ചെയ്യണമെന്നതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഭൂരിപക്ഷം ആളുകളും ഈ പ്രവചനത്തിൽ ആ രൂപത്തിൽ വിശ്വസിക്കുന്നവരല്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷം നടത്തുന്ന പ്രവചനം മിക്കവാറും ശരിയായി വരാറുണ്ട്. ഇതിപ്പോൾ വളരെ നേരത്തെ എടുക്കുന്ന പ്രവചനങ്ങളൊന്നും തന്നെ അടുത്ത് ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഭാവിയിൽ രാജ്യത്തുണ്ടാവും, അതിനനുസരിച്ച് മാറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രവചനമൊന്നും ആ രൂപത്തിൽ ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾ ആത്മാർത്ഥമായിട്ട് ആയിരിക്കാം ആ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ചെറുപ്പക്കാർക്ക് വളരെ സ്വാധീനം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നയാൾ ജയിക്കും ഇന്നയാൾ തോൽക്കും എന്ന് പറയുന്നതിൽ മൂലം പ്രവർത്തന രംഗത്ത് ജയിക്കുമെന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനം കുറയാൻ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സാധാരണ നിലയിൽ
ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള സംഘടനയ്ക്ക് ദോഷം വന്നുകൂടുകയില്ല. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹവുമായി BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. TV രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമരെഴുത്ത് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. അംഗൻവാടി ജീവനക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് കടലാസിൽ ഒതുങ്ങുന്നു. ഫെബ്രുവരി മുതലാണ് വർധനവ് പ്രഖ്യാപിച്ചതെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല. മലയാളത്തിലെ മുഖ്യധാരാ സിനിമകൾ കീഴാളവർഗത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് വിശ്വസിക്കുന്നവരോട് തനിക്ക് പുച്ഛമെന്ന് ചലച്ചിത്ര സംവിധായകനും നടനുമായ P. ശ്രീകുമാർ. വലിയപൊയിൽ നിവാസികളുടെ ചിരകാലാഭിലാഷമായ പാട്യം നഗർ ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയം MV ഗോവിന്ദൻ മാസ്റ്റർ നാടിന് സമർപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.